ദുരന്തമുണ്ടായ ഉത്തരകാശിയിലെ ധരാളിയിലേക്കുള്ള പാതയിൽ പലയിടത്തും മണ്ണിടിച്ചിലാണ്. രക്ഷാപ്രവർത്തകർക്ക് ദുരന്ത മേഖലയിൽ എത്തുന്നത് ഇത് വലിയ തടസ്സമാവുകയാണ്. ദുരന്തമുണ്ടായ ധരാളിയിലേക്കുള്ള പാതയിൽ നിന്ന് നമ്മളുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇവിടെ നമുക്ക് കാണാം ദേശീയപാത 34 ആകെ തകർന്ന നിലയിലാണ്. പലയിടങ്ങളിലും അതിരൂക്ഷമായ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. ഈ വലിയ പാറക്കല്ലുകൾ റോഡിലേക്ക് അടർന്നു വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട ഒരു സാഹചര്യമാണ്. ഈ റോഡ് മാത്രമാണ് ഈ അപകടം നടന്ന അല്ലെങ്കിൽ ഈ കഴിഞ്ഞ വൈകിട്ട് അപകടമുണ്ടായ ധരാലി ഗ്രാമത്തിലേക്കുള്ള ഏക പാതയാണ് ഇത്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും പാതയിലുടനീളം മണ്ണിടിച്ചിൽ. ഇപ്പോഴും പലയിടത്തും മണ്ണിടിയുന്നുണ്ട്. ദുരന്തമേഖലയിലേക്ക് റോഡ് മാർഗം പുറപ്പെട്ട ദൗത്യസംഘം റോഡിൽ പലയിടത്തും കുടുങ്ങി. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കല്ലും മണ്ണും നീക്കാനുള്ള ശ്രമം തുടരുന്നു. തൊട്ടുമുന്നിലായി റോഡും പാലവും തകർന്ന നിലയിലാണ്. റോഡ് ഏതാണ്ട് പൂർണ്ണമായും തകർന്ന് വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ വിണ്ട് കീറി നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. പുതിയ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്ത്. ഒപ്പം തന്നെ തകർന്ന പാലം പുനഃസ്ഥാപിക്കുന്നതിനായി താൽക്കാലിക പാലം നിർമ്മിക്കുന്നതിനുള്ള ശ്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി ലൈനുകളും മൊബൈൽ ടവറുകളും പലയിടത്തും തകർന്നു. അതിനാൽ ഈ ഭാഗത്തേക്കുള്ള ആശയവിനിമയ സംവിധാനങ്ങളും താറുമാറായി. ഇപ്പോഴും തുടരുന്ന മഴയും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.